നമുക്ക് എല്ലാവരുടെയും വിചാരം നമ്മളുടെ സ്കിന്ന് കൊള്ളില്ല എന്ന്. അമൃതും അധികമായി കഴിഞ്ഞാൽ വിഷമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് 19-18 വയസ്സാണ് ചേച്ചി ഞാൻ ഏത് റെറ്റിനോളാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇന്ന് നമ്മൾ ആൻറ്റി ഏജിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഫേസിൽ റിങ്കിൾസ് ഉണ്ട്, ഫൈൻ ലൈൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോണത്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ട് റെറ്റിനോൾ. നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ ആർക്കൊക്കെയാണ് റെറ്റിനോൾ യൂസ് ചെയ്യേണ്ടത്, റെറ്റിനോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണോ, സൈഡ് എഫക്ട്സ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏതൊക്കെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള റെറ്റിനോൾസ്, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ റെറ്റിനോൾ എന്താണ്, എങ്ങനെയാണ് റെറ്റിനോൾ വർക്ക് ചെയ്യണമെന്നുള്ളത് നോക്കാം. നമ്മളുടെ സ്കിന്ന് യങ് ആയിരിക്കുമ്പോൾ, അതായത് നമുക്കിപ്പോൾ ഒരു ടീനേജിലോ ഇല്ലെങ്കിൽ നമുക്ക് 20s അല്ലെങ്കിൽ 25 മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കിന്ന് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. നമുക്ക് ഇങ്ങനെ സ്കിന്നിൻ്റെ ആ ഒരു സെല്ല് പോകണത്, അതായത് നമ്മുടെ എന്താണ് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവണം. നമ്മളുടെ സ്കിന്ന് തന്നെത്താനെ നമ്മളുടെ സ്കിന്ന് സെൽസ് റിമൂവ് ആക്കും. അതുകൊണ്ടാണ് നമുക്ക് ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരുമ്പോൾ കുറേ നാളെ ഡാർക്ക് സ്പോട്ട്സ് കാണില്ലല്ലോ, അത് തന്നെ പോവില്ലേ. അപ്പോൾ കുറച്ച് ഏജ് ആകുമ്പോൾ, അതായത് ഒരു 25+, 30+ ഒക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സ്കിന്ന് തന്നെ കൊഴിയാനുള്ള ഒരു ടെൻഡൻസി കുറയും. അതിൻ്റെ ആ ഒരു ഫങ്ഷനിങ് കുറയാനായിട്ട് തുടങ്ങും. തന്നെ പൊഴിയാതെ കുറേ നാളെടുത്തിട്ടായിരിക്കും പൊഴിയുക. അപ്പോൾ ഈ റെറ്റിനോൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ഈ പൊഴിയണ സെല്ലില്ലേ അത് കുറച്ചുകൂടി സ്പീഡാവും. സ്പീഡിൽ സെല്ലിങ് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങും. കുറച്ചും കൂടി സ്മൂത്ത് ആവും സ്കിന്ന്, കുറച്ചും കൂടി ഗ്ലോയി ആവാനായിട്ട് തുടങ്ങും. അങ്ങനെയൊക്കെ നല്ല സ്കിന്നിനെ മൊത്തത്തിൽ സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ റെറ്റിനോൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ കൊളാജൻ ഉണ്ടാവും. ഈ കൊളാജൻ ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ സ്കിന്നിങ്ങനെ വലിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വലിക്കുമ്പോൾ തിരിച്ചു പോകണമുണ്ടോ. പക്ഷേ നമ്മുടെ കുറച്ച് അമ്മമാരിൽ കുറച്ച് പ്രായമായിട്ടുള്ള നമ്മുടെ അമ്മമാരുടെ ഒക്കെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോന്നാൽ പോലും ഇത്തിരി ഇങ്ങനെ ഒരു സമയം എടുക്കും ചുങ്ങാനായിട്ട്. കുറച്ചുകൂടി പ്രായമായിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ സ്കിൻ അങ്ങനെയും നിൽക്കും. എന്ന് വെച്ചാൽ കൊളാജൻ കുറവുണ്ടെന്നാണ് അതിനർത്ഥം. കുറയുന്ന കൊളാജനെ കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി പുഷ് ചെയ്യും ഈ ഒരു റെറ്റിനോൾ. നമ്മുടെ സ്കിന്നിനെ ഡീപ്ലി കയറി പെർഫോം ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സാധാരണ ഈ ഗ്ലൈക്കോളിക് ആസിഡ് നോക്കാം, അതും നമ്മുടെ സ്കിന്നിൻ്റെ പുറമേയുള്ള സെൽസ് റിമൂവ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. പക്ഷേ അത് പുറം ലെയറിലാണ് ഇരിക്കുള്ളൂ, അതിനകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഈ റെറ്റിനോളിനാണ് അകത്തേക്ക് കയറിയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അതാണ് റെറ്റിനോൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കട്ടോ. കാരണം നമ്മൾ എന്ത് മുഖത്തിട്ടാലും നമ്മൾ ഇടുന്ന എന്താണെന്ന് അറിഞ്ഞിട്ട് മുഖത്തിടണം, അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് മുഖത്തിടണം. എന്തും എടുത്തിട്ട് മുഖത്തിടരുത്. അപ്പോൾ അങ്ങനെ സംശയം വേണം എല്ലാവർക്കും. അപ്പോൾ ആർക്കൊക്കെയാണ് റെറ്റിനോൾ വേണ്ടത്? ഇപ്പോഴാണെങ്കിൽ റെറ്റിനോൾ എല്ലാവരും യൂസ് ചെയ്യാൻ. എനിക്ക് കഴിഞ്ഞ ദിവസം കൂടിയിട്ടൊരു കമൻറ്റ് വന്നതാണ് കേട്ടോ. എനിക്ക് എത്ര 18 വയസ്സോ, എനിക്ക് 19-18 വയസ്സാണ് ചേച്ചി ഞാൻ ഏത് റെറ്റിനോളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഓടിക്കോളാൻ പറഞ്ഞു ഞാൻ. എടാ 18-19 വയസ്സിൽ നിങ്ങൾക്ക് റെറ്റിനോളിൻ്റെ ആവശ്യമില്ല. ഇത് നിങ്ങൾക്കിത് ആവശ്യമില്ലാണ്ട് ഉപയോഗിച്ച് എന്താ സംഭവിക്കണമെന്നുള്ളതും കൂടിയിട്ട് പറയാം കേട്ടോ. നിങ്ങൾക്കിത് ആവശ്യമില്ലാതെ നിങ്ങളിത് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഓൾറെഡി നിങ്ങളുടെ സ്കിന്നിങ്ങനെ ഓൾറെഡി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എക്സ്ട്രാ നമ്മളിത് കൊണ്ട് ഇടുമ്പോഴേക്കും എന്ത് പറ്റും, ഓവർ ടൈം ആയിട്ട് പോകും. അങ്ങനെ ഓവർ ടൈം ആയിട്ടതല്ല, കൂടുതലായിട്ട് ഇത് വർക്ക് ചെയ്യേണ്ടി വരും. സാധാരണ വർക്ക് ചെയ്യണേക്കാട്ടിലും ഡബിൾ സ്ട്രോങ്ങിൽ വർക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് കയറാണ്, നമ്മൾ സാധാരണ വർക്ക് ചെയ്യണേക്കാട്ടിലും ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സ്ലീപ്പി ആയിട്ട് ഫീൽ ചെയ്യും, നമ്മളുടെ ഹെൽത്ത് പോകാനായിട്ട് തുടങ്ങും, അങ്ങനെയൊക്കെ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോഴേക്കും സ്കിന്ന് ഭയങ്കര നാശമായിട്ട് പോകും, ഭയങ്കര റെഡായിട്ട് പോകും, കൂടുതൽ നിങ്ങൾ പ്രായമാവാനായിട്ട് തുടങ്ങും. കാരണം ഇത് കൊടുക്കേണ്ട അത് തന്നെ മറന്നുപോയി എന്തിനു വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ സ്കിന്ന് തന്നെ സെൽസ് ഇങ്ങനെ പോകേണ്ടതിന് പകരം അത് എന്ത് സംഭവിക്കും, ഒന്നും കൂടി നമ്മുടെ സ്കിന്നിനെ ഏജ് ആക്കും, റിങ്കിൾസ് നേരത്തെ വരും, കൂടുതൽ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാതെ നിങ്ങളിത് ഉപയോഗിക്കരുത്. ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഈ എല്ലാ പ്രോഡക്റ്റും. നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം ഒരുപാട് അമൃതും അധികമായി കഴിഞ്ഞാൽ വിഷമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആവശ്യമില്ലാത്ത യൂസ് ചെയ്യരുത്. അതുകൊണ്ട് 18-19 വയസ്സ്, നിങ്ങൾ 25 വയസ്സിന് താഴെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആരും ഉപയോഗിക്കേണ്ട. ഞാൻ പറയാം ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ മാത്രം. അതും നിങ്ങൾക്ക് 30 വയസ്സ് കഴിഞ്ഞ് പലവരുടെ സ്കിന്നിലും ചിലപ്പോൾ ഏജിങ് ഉണ്ടാവില്ല. ഇല്ലാത്തവരാണെങ്കിൽ വേണ്ടത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏജിങ് തുടങ്ങണ പോലെ ഫീൽ ചെയ്യാണ്. റിങ്കിൾസ് ഉണ്ട്, ശരിക്കും റിങ്കിൾസ്. നമുക്ക് എല്ലാവരുടെയും വിചാരം നമ്മളുടെ സ്കിന്ന് കൊള്ളില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും റിങ്കിൾസ് ഉള്ള പോലെ ഫീൽ ചെയ്യാണ്, ഒരു ഡൾനെസ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ആണ് നിങ്ങൾ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ 25+, 30+ ഉള്ളവർക്ക് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ് റെറ്റിനോൾ. ചെറിയ പിള്ളേരൊന്നും റെറ്റിനോൾ ഉപയോഗിക്കരുത്. നേരത്തെ നിങ്ങൾ വയസ്സായി പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് ഉപയോഗിക്കുക ചെയ്യരുത്. ഇനി ഞാൻ കുറച്ച് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റെറ്റിനോൾസ് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് വൺ
ദീ കാണുന്ന റെറ്റനോളാണ്. ഇത് CeraVe എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ റെറ്റനോളാണ്. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത് ഇപ്പോൾ കേട്ടോ. ഇതിന് മുമ്പേ യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ഇതിനുള്ളൊരു ജെൽ ക്രീമി കണ്ടോ, ഇങ്ങനത്തെ ഒരു ക്രീമി ടെക്സ്ചറാണ് ഇതിനകത്തുള്ളത്. ഇങ്ങനത്തെ ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി എന്താ പറയുക, നമ്മുടെ സ്കിന്നിൽ ഇത്തിരി കൂടി ജെൻറ്റലായിരിക്കും, ഇത്തിരി കൂടി ഒരുപാട് അങ്ങനെ പവർഫുൾ അല്ല. ഇതിനകത്ത് സെറാമൈഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റെറ്റനോളിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, റെറ്റനോൾ ഭയങ്കര ഡ്രൈയിങ് ആണ്. അത് നമ്മൾ ഇടുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്നുകൂടി ഡ്രൈ ആക്കും, ഡീഹൈഡ്രേറ്റഡ് ആക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾ മോയ്സ്ചറൈസർ പെയർ ചെയ്യണം. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ പെയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇത് ഇത്തിരി ക്രീമിയാണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ തുടക്കക്കാരാണ്, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവരാണ്, നിങ്ങൾ മെച്ചുവേർഡ് സ്കിന്നുള്ളവരാണ്, ഇപ്പോൾ 30+ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും ആദ്യമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് നിങ്ങൾ മോയ്സ്ചറൈസർ ഫസ്റ്റ് ഇടണം, അതിൻ്റെ പുറമേ ഈ ക്രീം ഇടുക, എന്നിട്ട് മോയ്സ്ചറൈസർ ഇടുക. ഇത് ഇത്തിരി സമയം കൊടുക്കണം. ഓക്കെ, ആദ്യം മോയ്സ്ചറൈസർ ഇട്ടിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, മോയ്സ്ചറൈസർ അബ്സോർബ് ആവണം. അതിന് ശേഷം ഈ ക്രീം ഒന്നും കൂടിയിട്ട് ഇടുക, എന്നിട്ട് നിങ്ങളിത് ഒന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് അതൊന്ന് അബ്സോർബ് ആയതിന് ശേഷം അതിൻ്റെ മേലെ ഒന്നും കൂടി മോയ്സ്ചറൈസർ ഇട്ട് ലോക്ക് ചെയ്യണം. നമ്മൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഇട്ടിട്ട് മോയ്സ്ചറൈസർ അതിൻ്റെ മേലെ ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റും, ഈ മോയ്സ്ചറൈസർ ഈ പ്രോഡക്റ്റ് അത്ര കണ്ട് വർക്ക് ചെയ്യില്ല. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ പുറമെ മോയ്സ്ചറൈസറും കൂടി ഇട്ട് ട്രാപ്പ് ചെയ്ത് വെക്കണത്. അപ്പം അങ്ങനെ ഒരു സാൻഡ്വിച്ച് പോലെ ആദ്യം മോയ്സ്ചറൈസർ, പിന്നെ നടുക്കിത്, അതിൻ്റെ മേലെ ഒന്നുകൂടെ മോയ്സ്ചറൈസർ. അങ്ങനെ വേണം നിങ്ങൾ റെറ്റനോൾ ഇടാൻ വേണ്ടി. കുറേ നാൾ കഴിഞ്ഞ് ഇട്ടിട്ട് നിങ്ങളുടെ സ്കിന്ന് ഷീലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അടിയിലുള്ള മോയ്സ്ചറൈസർ മാറ്റാം. ഓക്കെ, എന്നിട്ട് ഇതും മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇത് ഇങ്ങനെ വേറെ ചില ബ്രാൻഡുകളുടെ റെറ്റനോൾ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഓൾവേസ് ബെറ്റർ മോയ്സ്ചറൈസർ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ നമ്പർ 1 എനിക്ക് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾ ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് അത്യാവശ്യം നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിന് പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവാണ്, പക്ഷേ നല്ലതാണ്. ഈ ആൻറ്റി ഏജിങ് ക്രീം നമ്മൾക്ക് സ്കിന്നിന് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ ഉപയോഗിക്കണമല്ലേ. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് നമ്മൾ നല്ല പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് കുറച്ചുകൂടി ട്രസ്റ്റബിൾ ആയിട്ടുള്ള, എനിക്ക് ഇത് കുറച്ച് യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ. ഇനി അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള റെറ്റനോൾ ഈ കാണുന്നതാണ് കേട്ടോ. ഇത് റിക്വിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ റെറ്റനോളാണ്. ഇത് ആക്ച്വലി ഞാൻ പുതിയത് മേടിച്ചത്, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കാണാനില്ല. ഞാൻ പണ്ട് ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞാൻ മേടിച്ചതിന് ശേഷം ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് എപ്പോഴോ ഉണ്ട്, അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് 0.1% റെറ്റനോളാണ്. ഇവരുടെ തന്നെ എനിക്ക് തോന്നുന്നു 0.5 ആട്ടെ ഉണ്ടെന്നാണ്, 0.3 0.5 ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴേക്ക് 0.1 ചെറിയ റെറ്റനോൾ വേണം യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. ഈ ഒരു റെറ്റനോളിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്രീമി കൈൻഡ് ഓഫ് ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിനുള്ളത്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇതിനുള്ളത്. ഇത് കുറച്ചും കൂടി ഒരു, ഞാൻ നേരത്തെ കാണിച്ചത് CeraVe ഇല്ല, അത് ഇച്ചിരി കൂടി ജെല്ലാ. ഇത് ഇത്തിരി കൂടിയിട്ട് ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറിലാണ് വരുന്നത്. കണ്ടോ, ഇത്തിരി കൂടി ഒരു ക്രീമി ടെക്സ്ചറിനകത്താണ് ഇത് വരുന്നത്. ഈ പ്രോഡക്റ്റും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്കും സാൻഡ്വിച്ച് മെത്തേഡിൽ വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു മോയ്സ്ചറൈസർ ആദ്യം ഇടണം, അതിൻ്റെ പുറമെ ഇടുക, എന്നിട്ടിടുക. അങ്ങനെ വേണം ഇത് യൂസ് ചെയ്യാൻ. എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ, കാരണം ഇതിൽ 0.1% ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ്. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും ഇത് ഇച്ചിരി കൂടി ഇറിറ്റേഷൻ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ റെറ്റനോൾ എല്ലാം ഇട്ട് കഴിയുമ്പോഴേക്ക് ഇത്തിരി സ്കിന്നിലൊരു പേർജിങ് വരും, കാരണം ഇത് ഇത്തിരി പോട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനകത്തൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇച്ചിരി ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് ഇത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കരുതെന്ന് പറയാം. ഇത് പ്രഗ്നൻ്റ് ലേഡീസ് നിങ്ങളിത് യൂസ് ചെയ്യരുത്. ഇത് എനിക്ക് തോന്നുന്നു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തോ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ടൈമിൽ, അങ്ങനെയുള്ള സമയത്തൊന്നും നിങ്ങൾ റെറ്റനോൾ യൂസ് ചെയ്യരുത്. അതല്ലാത്തവർ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എന്താ പറയുക, കെമിക്കൽ സാധനങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് റെറ്റനോൾ എന്ന് പറയാൻ പറ്റില്ല. റെറ്റനോൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇത് റോസ് ചിപ്പ് ഓയിലാണ് കേട്ടോ, റോസ് ചിപ്പ് സീഡ് ഓയിലാണ്. ഇത് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് എണ്ണയാണ്. പക്ഷേ ഇതിൻ്റെ മണം വരുമ്പോൾ എനിക്ക് നമ്മൾ നാൽപ്പാമരാതി അല്ല, നാൽപ്പാമരാതി എണ്ണയുടെ ഒരു ചെറിയ മണമുണ്ട്, ചെറുത് കേട്ടോ.
ഇത് കുറച്ചും കൂടി നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇത് ഡ്രൈ സ്കിന്ന്, നോർമൽ സ്കിന്നുള്ളവരായിരിക്കണം. അല്ലാത്ത സ്കിൻ ടൈപ്പ് ഉള്ളവർ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുരു വരും, എണ്ണ ആയതുകൊണ്ട്. ഇതിങ്ങനെ ശരിക്കും നോർമൽ എണ്ണ പോലെ തന്നെ. ഇത് നിങ്ങൾ രാത്രിയിൽ ഉപയോഗിക്കുക. രാത്രി കിടക്കണേ മുമ്പായിട്ട് മസാജ് ചെയ്യുക. മസാജ് ഇത് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് എങ്ങാനും വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഞാൻ എല്ലാവരോടും പറയാം ഇങ്ങനെ ഓയിലുകൾ ഉപയോഗിക്കുമ്പോൾ 30 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. കാരണം ഇത് ലീവ് ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് കുരു വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ സൂക്ഷിച്ചിട്ട് വേണം എണ്ണ ഉപയോഗിക്കാൻ. അപ്പോൾ നിങ്ങൾ അങ്ങനെ സേഫായിട്ട് വേണം. ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇടാനായിട്ട് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഓയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനകത്തും സെയിം ഈ ഒരു റെറ്റനോൾ പോലെ തന്നെ വിറ്റമിൻ എന്റെ ചെറിയ പെർസെൻറ്റേജാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്കിന്നിന് റിങ്കിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒരു ലോങ് ടേമിലോട്ട് ഇത് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് ക്വിക്കായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടി നല്ലതാണ്. ഇത് ഇത്തിരി സ്ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇച്ചിരി സ്ലോ ആയാലും പയ്യനെ റിസൾട്ട് വന്നാൽ മതി, എന്നാൽ അത്ര സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസിപ്പ് ഓയിൽ യൂസ് ചെയ്യാം. റെറ്റിനോൾ ആണോയെന്ന് ചോദിച്ചാൽ അത്ര പവർഫുള്ളോ അങ്ങനെ സയൻറ്റിഫിക്കലിയൊക്കെ പ്രൂവൺ ആയിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് ഉപയോഗിച്ചപ്പോഴേക്കും കുഴപ്പമില്ലാതെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ ഭയങ്കര ബിഗിനറാണ്, നിങ്ങൾക്കിങ്ങനെ സിറം ഒന്നും യൂസ് ചെയ്യണ്ട, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പേടിയാണ്, ഇപ്പം ഇങ്ങനെ മോയ്സ്ചറൈസർ ഇടണം, പിന്നെ അതിൻ്റെ മേലെ ഇതിടണം, അത് കഴിഞ്ഞിട്ട് ഇതിടണം, അങ്ങനെയൊക്കെ ഇടാൻ കോംപ്ലിക്കേറ്റഡ് ആണ്, അത്ര സമയമില്ല, ജസ്റ്റ് ഇച്ചിരി ഒരു ആൻറ്റി ഏജിങ് വേണം നിങ്ങൾക്ക്, അങ്ങനെയാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒലയുടെ ഈ ഒരു റെറ്റിനോൾ ക്രീം യൂസ് ചെയ്യാം. ഇത് ഞാൻ പണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതൊക്കെ യൂസ് ചെയ്യണേക്കാട്ടിലും മുമ്പ് ഇടയ്ക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു നൈറ്റ് ക്രീം, അതിനകത്ത് കുറച്ച് റെറ്റനോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സേഫായിട്ട് റെറ്റനോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, സീറോ ഒന്നും വേണ്ട, അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ക്രീമുകളാണ് ഇഷ്ടം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ക്രീമി ഫോമിലാണ്, ഇങ്ങനെ ഒരു വെൽവെറ്റി ഫോമിലാണ് കേട്ടോ. ഇതിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചധികം നാളിടുമ്പോൾ സ്കിന്നിൽ ആ ഒരു ഇച്ചിരി ഒന്ന് ഫേം ആവണ പോലെ ഫീൽ ചെയ്യും കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ വരുന്നത്, കണ്ടോ? ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറാണ് വരണത്. ഇതിൻ്റെ കൂടെ നിങ്ങൾ മറ്റേ സാൻഡ്വിച്ച് മെത്തേഡ് ചെയ്യണമെന്നില്ല, കാരണം ഓൾറെഡി ഇതിനകത്ത് ഇച്ചിരി പെർസെൻറ്റേജിലാണ് ഉള്ളൂ ഇത് റെറ്റിനോൾ. അപ്പോൾ അതുകൊണ്ട് ഇതിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതും നല്ലൊരു റെറ്റിനോൾ ക്രീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അടുത്തത് ഈ ഒരു റെറ്റിനോളാണ്. ഇത് ഡോക്ടർ ഷെത്തിൻ്റെ റെറ്റിനോൾ എന്ന് പറയാൻ പറ്റില്ല, ബക്കുച്ചി ഓയിൽ ആൻഡ് PDRN ആംപ്യൂൾ സീറോ ആണ്. ഇതിനകത്ത് 0.1% റെറ്റനോൾ ഉണ്ട്. റെറ്റനോൾ ഈ റിക്വലിനകത്തുള്ള പോലെ തന്നെ പെർസെൻറ്റേജ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ബക്കുച്ചി ഓയിൽ ഉണ്ട്. ഈ ബക്കുച്ചി ഓയിൽ എന്ന് പറഞ്ഞാൽ റെറ്റനോൾ പോലെ തന്നെയുള്ള, എന്നാൽ ഞാൻ പറഞ്ഞ പോലെ പ്രഗ്നൻസി ഈ റെറ്റനോളിന് ഈ റോസിപ്പിനെക്കാട്ടിലും എല്ലാവരും കമ്പയർ ചെയ്യുക ബക്കുച്ചി ഓയിലുമായിട്ടാണ്. ഇത് കുറച്ചും കൂടി സേഫ് ആണെന്നാണ് പറയണത്. ഇതിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മുടെ മാർക്കറ്റിൽ ഇല്ല. ഇത് സത്യം പറഞ്ഞാൽ ആയുർവേദത്തിലുള്ളൊരു ബക്കുച്ചി ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഒരു സാധനമാണ് എന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തായിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റ്സ് ഇല്ല. ബക്കുച്ചി ഓയിൽ പ്രോഡക്റ്റ്സ് ഇനി വരുമായിരിക്കും. ഞാനന്ന് റോസ്മേരി പറഞ്ഞ പോലെ ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷേ കൊറിയയിലൊക്കെ ഒരുപാട് ഇതിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇത് കുറച്ചും കൂടി റെറ്റിനോളിനെക്കാട്ടിലും ജെൻറ്റിലാണ് നമ്മുടെ സ്കിന്നിൽ. ഇത്തിരി കൂടി ലോങ് ടേമിലോട്ട് വർക്ക് ചെയ്യും. കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രാൻഡിലാണ് ഞാൻ ഈ ബക്കുച്ചി ഓയിലിൻ്റെ ഇത് കണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു ജ്യൂസി കെമിസ്ട്രിയിലോ ഏതിലോ ഒരെണ്ണത്തിലും കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പ്രോഡക്റ്റ്സ് ഇല്ല, ചിലപ്പോൾ ഭാവിയിലോട്ട് വരുമായിരിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടി സേഫാണ്. ഈ റെറ്റിനോളിനെക്കാട്ടിലും റെറ്റിനോൾ ഇത്തിരി കൂടി സ്ട്രോങ് അല്ലേ, ഭയങ്കര ഡ്രൈയിങ് ആണ്, പീലാക്കും നമ്മുടെ സ്കിന്ന്. അതിനെക്കാട്ടിലൊക്കെ ഇത്തിരി കൂടി സേഫാണ് ഈ ബക്കുച്ചി ഓയിൽ. പിന്നെ ഇതിനകത്ത് PDRN എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സാൽമൺ സ്പെർമിൽ, ഇതും കൊറിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഒത്തിരി പേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെ അറിയാം, ഇങ്ങനെ ഒരു റണ്ണി കൺസിസ്റ്റൻസിയാണ്. ഇത് ഞാൻ പണ്ടെപ്പോഴോ ഇതെനിക്കൊരു PR അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പിന്നെ കണ്ടിട്ടില്ലേ, നിർത്തിയോന്നാവോ? പണ്ടെപ്പോഴും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി, ഒരു ഭയങ്കര വാട്ടറി റണ്ണി കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരു ആൻറ്റി ഏജിങ്ങിന് ഉപയോഗിക്കണേക്കാട്ടിലും കൂടുതൽ എനിക്കിത് തോന്നിയിട്ടുള്ളത്, ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് വരണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് നിങ്ങൾ റെറ്റിനോൾ ആൻറ്റി ഏജിങ് നോക്കുന്നവരാണെങ്കിൽ ഇത് അത്ര കണ്ട് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് അറിയില്ല. ഇത് കുറച്ചും കൂടി ഒരു ബ്രൈറ്റനിങ്, കുറച്ചും കൂടി ഒരു ജെൻറ്റിൽ, ഇത്തിരി കൂടെ ഒരു എന്താ പറയുക, സ്കിൻ ഇത്തിരി കൂടി സോഫ്റ്റ് ആക്കണം. അങ്ങനെ ടൈറ്റനിങ് എഫക്റ്റിനേക്കാൾ കൂടുതൽ ബ്രൈറ്റനിങ് എഫക്റ്റാണ് ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനത് എപ്പോഴോ യൂസ് ചെയ്തിട്ട് പിന്നെ അങ്ങ് നിർത്തിയതാണ്, വേറെ എന്തോ പ്രോഡക്റ്റ് റിവ്യൂവിന് വന്നപ്പോഴേക്കും. പക്ഷേ ഉപയോഗിച്ചിരുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഇത്തിരി ഒന്ന് സ്കിന്ന് ബ്രൈറ്റൺ ആക്കണ പോലെ, ഇത്തിരി അങ്ങനൊരു
ആൻറ്റി ഏജിങ് എഫക്റ്റിനെക്കാട്ടിലും ബ്രൈറ്റനിങ് എഫക്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വൈസ് നല്ലതാണ്, കുറച്ചും കൂടി നല്ലതെന്ന് വെച്ചാൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള നല്ല ഇൻഗ്രീഡിയൻസ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റത്തെ ഒരു റെറ്റനോൾ സജഷൻ. പിന്നെ നിങ്ങൾക്ക് ഈ മിനിമലിസ്റ്റിൻ്റെ റെറ്റനോൾ യൂസ് ചെയ്യാം. ഓർഡിനറിയുടെ റെറ്റനോൾ ഉണ്ട്. നിങ്ങൾ നോക്കേണ്ടത് റെറ്റനോളിൽ 0.1% ആണോ, അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയുള്ളതാണ്. നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഇച്ചിരി ഒരു സിറം കൈൻഡ് ഓഫ് റണ്ണി കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയിലുള്ള ഈ മിനിമലിസ്റ്റിൻ്റെ ഒക്കെ ഇച്ചിരി ഒരു റണ്ണി കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയാണ്, ആ രീതിയിലുള്ളത് നോക്കാം. ഇനി നിങ്ങളുടെ സ്കിൻ ഇച്ചിരി നോർമലാണ്, കോമ്പിനേഷൻ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ജെൽ ടൈപ്പ്, അങ്ങനെ നിങ്ങളുടെ സ്കിന്നിൽ ആ ഒരു ഇടുമ്പുള്ള ഒരു കംഫർട്ടബിലിറ്റിയും കൂടി നോക്കിയിട്ട് റെറ്റനോൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്ര റെറ്റനോൾസ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതാണെന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും റെറ്റനോൾ ഉണ്ട് നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ സാൻഡ്വിച്ച് മെത്തേഡിൽ ഇടണം. പിന്നെ എപ്പോൾ യൂസ് ചെയ്യണം, ആഴ്ചയിൽ ഒരു തവണ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാം. പക്ഷേ തുടങ്ങുമ്പോഴേക്കും ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതി. ഒരുപാട് തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിൽ പേർജിങ് ഉണ്ടാക്കും, റെഡ്നെസ് ഉണ്ടാക്കും, ഇറിറ്റേഷനൊക്കെ കൂടാൻ സാധ്യതയുള്ള പ്രോഡക്റ്റാണ്. പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോയി സ്കിന്ന്, നിങ്ങളുടെ പിമ്പിൾസൊക്കെ ഒന്ന് കുറയുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യുക ആഴ്ചയിൽ ഒരു തവണ. നിങ്ങളുടെ സ്കിന്നിൽ ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഓക്കെ, ആവശ്യമില്ലാണ്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഉപയോഗിക്കുമ്പോഴേക്ക് ശ്രദ്ധിച്ചിങ്ങനെ പതുക്കനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് 1 hour നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമൻസിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ അവിടെ ടാഗ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുത്തത് ചെയ്യാൻ വേണ്ടി. ഒരുപാട് നാൾ മുമ്പേ ചോദിക്കാൻ തുടങ്ങിയതാണ്. നമ്മൾ മറ്റേ വിറ്റമിൻ സിൻ്റെ ഒക്കെ 2 വർഷം മുന്നേ മുതൽ ഞാനിത് ഓരോന്നോരോന്ന് ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. പിന്നെ ഈ ഡ്രസ്സ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺ സ്റ്റോർ എന്നുള്ളതാണ്. ഇത് ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ.